നമസ്കാരം, ഞാൻ ഡോക്ടർ സുബ്രത. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന, അതുപോലെ സ്ത്രീകളിലും പുരുഷന്മാരിലും അതിന് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയായ കുഴിനകത്തെ കുറിച്ചാണ്. കുഴിനകം എന്നാൽ എന്ത്, കുഴിനകം വരാനുള്ള കാരണങ്ങളും അതിനുള്ള ചികിത്സാ രീതികളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കുഴിനകം എന്നാൽ നമ്മുടെ വിരലിന്റെ നഖം അധികമായിട്ട് 2 വശങ്ങളിലേക്കും വളരുന്നു. ഈ നഖത്തിന്റെ കൂർത്ത ഭാഗം തൊലിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇത് കാരണം നഖത്തിന് ചുറ്റുമുള്ള തൊലിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. അത് കാരണം നീർവീക്കവും അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു. ഈ രോഗാവസ്ഥയാണ് കുഴിനകം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുഴിനകം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുഴിനകം വരാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് നമ്മുടെ നഖത്തിന് ഉണ്ടാകുന്ന പൊട്ടലുകൾ അല്ലെങ്കിൽ വിടവുകൾ വരുമ്പോഴാണ്. നമ്മൾ ചെരുപ്പിടാതെയൊക്കെ വളത്തിലും മണ്ണിലും കല്ലിലും ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വളവുമായിട്ടൊക്കെ കോണ്ടാക്ട് വരുമ്പോൾ ഈ നഖത്തിന് ചുറ്റുമുള്ള തൊലിക്ക് ഡാമേജ് വരിക, അല്ലെങ്കിൽ ഈ നഖത്തിന്റെ ക്യൂട്ടിക്കിളിന് ഡാമേജ് വരുന്നു. ഇത് കാരണം പുറത്തു നിന്നുള്ള ബാക്ടീരിയ, ഫംഗസ് ഇതെല്ലാം ഈ നഖത്തിന്റെ തൊലിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് കാരണം നഖത്തിന് ചുറ്റുമുള്ള ഈ തൊലിയിൽ ഇൻഫെക്ഷൻ വരുന്നു. അങ്ങനെ ഈ നഖത്തിന് ചുറ്റുമുള്ള ഈ തൊലിയിൽ ചുവപ്പും തടിപ്പും നീർവീക്കവും വേദനയും അനുഭവപ്പെടുന്നു. ഇങ്ങനെയാണ് കുഴിനകം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമാണ് നമ്മൾ അധികമായിട്ട് കൈകാലുകൾ നനവുള്ള ഒരു ജോലിയിൽ ഏർപ്പെടുന്നവരില് അധികമായിട്ട് കുഴിനകം കണ്ടുവരാറുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിൽ ഒരുപാട് ചൂടും അതുപോലെ നനവുമുള്ള ഈർപ്പവും നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരില്. കാരണം എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഈ നനവും ഈർപ്പവും ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ഗ്രോത്തിനെ അധികമാക്കും. ഇത് കാരണം പെട്ടെന്ന് ലെഗിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നഖങ്ങളിൽ ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമാണ് അധികമായിട്ട് അടുക്കളയിൽ വെള്ളവുമായിട്ട് ജോലി ചെയ്യുന്നവരിൽ അധികമായിട്ട് ലോ ക്വാളിറ്റി ഡിറ്റർജൻസ് അല്ലെങ്കിൽ വാഷിംഗ് പൗഡറുമായിട്ട് കോണ്ടാക്ട് വരുന്നവരിൽ. അതുപോലെ മറ്റൊരു പ്രധാന കാരണമാണ് അധികമായിട്ട് സോക്സും ഷൂസും ധരിച്ച് ജോലി ചെയ്യുന്നവരിലെല്ലാം കുഴിനകം കണ്ടുവരാറുണ്ട്. കാരണം അധികമായിട്ട് സോക്സ് ഇട്ട് നിൽക്കുന്നവരിൽ ഈ സോക്സിന്റെ ഈർപ്പം കാരണം ഈ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ഗ്രോത്ത് അധികമാവുന്നു. ഇത് കാരണം പെട്ടെന്ന് കാലിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് അമിതമായിട്ട് വേർക്കുന്നവരിലും കുഴിനകം വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമാണ് വളരെ ടൈറ്റ് ആയിട്ട് ഷൂസ് ധരിക്കുന്നവരിൽ, പ്രത്യേകിച്ച് അഗ്രം കൂർത്ത് പോലെയുള്ള ഷൂസുകൾ ധരിക്കുന്നവരിൽ. ഇങ്ങനെയുള്ളവരിൽ ഈ നഖം, വിരലിന്റെ നഖം വളഞ്ഞ് അത് ഉള്ളിലേക്ക്, ഈ തൊലിയുടെ ഉള്ളിലേക്ക് തന്നെ കയറി പോകാനായിട്ട് കാരണമാവുന്നു. ഇത് കാരണവും കുഴിനകം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുഴിനകം വരാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് പ്രോപ്പറായിട്ട് നമ്മൾ നെയിൽ കട്ടർ യൂസ് ചെയ്യാത്തതുകൊണ്ട്. നെയിൽ കട്ടർ ഉപയോഗിക്കാതെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ നഖം വെട്ടുന്നവരിൽ കുഴിനകം വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ വളരെ ഡീപ്പായിട്ട് വളരെ താഴ്ചയിൽ നമ്മൾ നഖം വെട്ടുമ്പോൾ ഈ നഖവും തൊലിയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ക്യൂട്ടിക്കലിന് ഡാമേജ് വരുന്നു. അത് കാരണം പിന്നെ നഖം അവിടുന്ന് വീണ്ടും ഉണ്ടായി വരുന്ന സമയം അത് ഉള്ളിലേക്ക് തൊലിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ ഉണ്ടാകാൻ കാരണമാവുന്നു. ഇനി നമുക്ക് കുഴിനകം കൊണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുഴിനകം കാരണം നഖത്തിന് കളർ ചേഞ്ചസ് വരാറുണ്ട്. അതുപോലെ നഖത്തിന് ചുറ്റുമുള്ള തൊലിയിൽ ചുവപ്പും തൊടുമ്പോൾ ചൂട് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയായിരിക്കാറുണ്ട് ആ തൊലി. അതുപോലെ അവിടെ നീർക്കെട്ടും പഴുപ്പും, ഈ പഴുപ്പ് കാരണം ദുർഗന്ധവും എല്ലാം അനുഭവപ്പെടാറുണ്ട്. കുഴിനകം കൃത്യമായിട്ട് ചികിത്സിക്കാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കാരണം ഈ നഖത്തിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജസ് വരെ സംഭവിക്കാം. ഇനി നമുക്ക് കുഴിനകത്തിനുള്ള പ്രധാന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. കുഴിനകം വരാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് നമ്മുടെ നഖം അമിതമായിട്ട് വളർന്ന് തൊലിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുകൊണ്ടാണ് അവിടെ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് കാരണമാണ് കുഴിനകത്തിന് അതികഠിനമായ വേദനയെല്ലാം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞൾ അരച്ചിട്ട് ഈ ഇൻഫെക്റ്റഡ് ആയ നഖത്തിന് ചുറ്റും പുരട്ടുന്നത് ആ ഇൻഫെക്ഷനെ കുറച്ചൊക്കെ കുറയ്ക്കാൻ, അത് ഒരു ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ ഇൻഫെക്റ്റഡ് ആയ കാലുകൾ അല്ലെങ്കിൽ വിരലിൽ മുക്കി വെക്കുന്നതും ആ ഒരു വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ഇതെല്ലാം നമുക്ക് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് തന്നെ കുഴിനകം പെർമനന്റ് ആയിട്ട് മാറാൻ നമ്മൾ പുറമെ ഇതുപോലെ ഹോം റെമഡീസ് ചെയ്യുന്നത് കൂടെ തന്നെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം.
അപ്പൊ നമ്മൾ ഉള്ളിലേക്കുള്ള മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നെയിൽ ബെഡ്, ദാറ്റ് ഈസ് അത് ഒന്ന് പൊക്കി വെക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കയറിപ്പോയ നഖം ഉണ്ടല്ലോ, ഈ കുഴിനഖം കാരണം ഉള്ളിലേക്ക് കയറിപ്പോയ നഖത്തെ മെല്ലെ ഒന്ന് പൊക്കി വെക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ മെല്ലെ പൊക്കി വെച്ച നഖത്തിന്റെ ഇടയിലേക്ക് ഒരു വൃത്തിയുള്ള ഗോസ് അല്ലെങ്കിൽ കോട്ടൺ കയറ്റി വെക്കണം. എല്ലാ ദിവസവും ഈ ഗോസ് അല്ലെങ്കിൽ കോട്ടൺ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഇൻഫെക്റ്റഡ് ആയ നഖം വളരെ ക്ലീൻ ആയിട്ടും നനവില്ലാതെ ഡ്രൈ ആയിട്ടും സൂക്ഷിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വളരെ ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇറുകിയ ഷൂസ് ധരിക്കുന്നതും കുഴിനഖത്തിന് ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഷൂസുകൾ ധരിക്കാനായിട്ട്, ചെരുപ്പുകൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മഴവെള്ളത്തിലും ചെളിവെള്ളത്തിലും ഒന്നും കൈകാലുകളാവാതെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വെക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റൊരു പ്രധാന കാരണമാണ് നെയിൽസ് വളരെ കയറ്റി വെട്ടുന്നത്. എന്ന് വെച്ചാൽ ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ നെയിൽ ബെഡിന് ഡാമേജ് വരുന്ന രീതിയിൽ വളരെ കയറ്റി നഖവും അല്ലെങ്കിൽ തൊലിയായിട്ട് ചേരുന്ന ആ ഭാഗം വരെ ഡാമേജ് വരുന്ന രീതിയിൽ കയറ്റി വെട്ടുന്ന ശീലമുള്ളവർക്ക് പൊതുവെ വരാറുണ്ട് കുഴിനഖം. അതൊരു നല്ല ശീലമല്ല. അതുകൊണ്ട് വളരെ നേരെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നഖം വെട്ടാനായിട്ട് ശ്രമിക്കുക. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് നഖം വെട്ടുന്ന രീതി. ഇനി വളഞ്ഞു വെട്ടാതെ നഖം സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാനായിട്ട് ശ്രമിക്കുക. നഖം വളഞ്ഞു വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നഖം ഉണ്ടാവുമ്പോൾ അത് വളഞ്ഞ് ആ തൊലിയിലേക്ക് കയറുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിനേക്കുള്ള നല്ല ചികിത്സാ രീതികളെല്ലാം ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഇതിന്റെ നീർക്കെട്ടിനും അതുപോലെ വേദനയും എല്ലാം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ഹോമിയോപ്പതി മരുന്നുകളിലൂടെ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഉള്ളിലേക്കുള്ള ഹോമിയോപ്പതി മരുന്നുകൾ കൂടി കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കുഴിനഖം മാറ്റിയെടുക്കാനാവും. ഇത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും എല്ലാം അതിന്റെ നീർക്കെട്ട്, വേദന എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ചികിത്സാ രീതി എന്ന രീതിയിൽ ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകൾ അവൈലബിൾ ആണ്. കുഴിനഖം റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും വരുന്നതെല്ലാം നമുക്ക് ഈ ഹോമിയോപ്പതി മെഡിസിനിലൂടെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ നീർക്കെട്ടായാലും വേദനയായാലും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം നൽകാനും കഴിയും. താങ്ക് യു.